ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. ഈ വീക്കെൻഡിന് എന്റെ മകൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ അവൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. മീൻകറി ഉണ്ടാക്കാനായി ആദ്യം തന്നെ മീൻചട്ടി ചൂടാകാൻ വെക്കുക. ചൂടായതിന് ശേഷം അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയും ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാകുമ്പോൾ അതിൽ 10 ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കുക. ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നതും ശ്രദ്ധിക്കുക. ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സവോളയോ മറ്റ് വെജിറ്റബിൾ ഓയിലോ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരും. സോ കഴിയുന്നതും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും തന്നെ യൂസ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത് ചതച്ചത് ചേർക്കാം. പിന്നെ പച്ചമുളക് 3 നെടുകെ കീറിയത്. ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴറ്റുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. വീണ്ടും ഇളക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മറ്റു പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ആൻഡ് മുളക് പൊടി 1 സ്പൂൺ. ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോ ആയിരിക്കണം പൊടികൾ ആഡ് ചെയ്യാൻ നേരത്ത്, ഇല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ഇളക്കുക. പിന്നെ നമുക്കൊരു കറിക്കൊരു കളർ കിട്ടുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നു. വീണ്ടും നല്ലപോലെ ഇളക്കുക. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഞാനിത് കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറിയാണ്, അതുകൊണ്ട് തന്നെ പുളി കുറച്ച് കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്. പുളിവെള്ളം ഒഴിച്ച് ഈ പാത്രത്തിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡീഗ്ലേസ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലോട്ട് പുളിയും കൂടി ആഡ് ചെയ്യും. നല്ലപോലെ ഇളക്കുക. ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ചട്ടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിലോട്ട് 1.5 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരേ ഡയറക്ഷനിലേ ഇളക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകുമെന്ന് പറയും. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് അയലയാണ്. ഏത് തരം മീൻ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അയലയാണ്. 1/2 കിലോയോളം ഉണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് അതിനെ നല്ലപോലെ സെപ്പറേറ്റ് ചെയ്ത് കിടത്തുക. ചാറിൽ ഫുൾ മുങ്ങി കിടക്കാൻ ശ്രദ്ധിക്കുക. തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും അടച്ചു വെക്കുക. ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കേണ്ടതാണ്. അവസാനം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ 1ാം പാലും കുറച്ച് വേപ്പിലയും ചേർത്ത് മീൻ അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാം. മീൻ കറി റെഡിയായി. ഇത് നമുക്ക് ചോറ് കഴിച്ചാലോ? ഈ മീൻകറിയുടെ ചാറെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒഴിച്ചെറിയൊന്നും വേണ്ട. ഈ മീൻചാറ് തന്നെ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ചോറ് കഴിക്കാം. നെയ്മീൻ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ വളരെ നല്ലതായിരിക്കും. ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Till then, bye bye.